ശബരിമല സ്വർണ്ണമോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് SIT കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു പത്മകുമാറിന്റെയും ഒപ്പം ഗോവർദ്ധന്റെയും ഒക്കെ ജാമ്യാപേക്ഷ. ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. കാരണം വലിയ രീതിയിലുള്ള ഉമേഷിന് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉമേഷിന്റെ കോള് കട്ടായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഗോവർദ്ധൻ, ഒപ്പം എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഇവരുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊല്ലം വിജിലൻസ് കോടതി രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു, ഗോവർദ്ധന്റെ റിമാൻഡ് കാലാവധി നീട്ടുന്നു. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ, ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് ഗുരുതരമായ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 ഈ സ്വർണം കൈമാറുന്ന സമയത്ത്, അറ്റകുറ്റപ്പണികൾക്കായി കൈമാറുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ബൈജു അടക്കം ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് SIT പറഞ്ഞു വയ്ക്കുകയാണ്. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉമേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം വരുമ്പോൾ SIT ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇടക്കാല റിപ്പോർട്ടിൽ അതൊക്കെ പരാമർശിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും ഗൂഢാലോചന, ഒപ്പം തന്നെ ഈ പ്രതികൾക്കെതിരെ വലിയ രീതിയിൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോടതി നിരീക്ഷിക്കുമെന്ന് തന്നെയാണ്. ഭദ്ര, ഈ കേസിലെ റിമാൻഡിൽ കഴിയുന്ന രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വീണ്ടും വരുന്നത്. ഇതിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ, ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ നേരത്തെ കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ പോലീസിനോട് വിശദീകരണം തേടിയിരുന്നു. SITയോട് ഇത് സംബന്ധിച്ച് അവരുടെ നിലപാട് അറിയിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം SIT റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതായത് രണ്ടുപേരുടെയും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രത്യേകം റിപ്പോർട്ടുകൾ കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലാണ് വളരെ പ്രധാനപ്പെട്ട പല കണ്ടെത്തലുകളെക്കുറിച്ചും SIT വിശദീകരിക്കുന്നത്. ഇതിലെ പ്രതിയായ നാഗ ഗോവർദ്ധനും മറ്റൊരു പ്രതിയായ പങ്കജ് ഭണ്ഡാരിയും കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ 3 പേരും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. അത് ഒരു ഗുരുതരമായ കണ്ടെത്തലാണ്. മാത്രമല്ല, ഈ പ്രതികൾ മറ്റ് പാളികളിൽ നിന്നടക്കം കൂടുതൽ സ്വർണം ഇവിടെ നിന്ന് കവർ ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ടു എന്നും ഈ SIT അവരുടെ കണ്ടെത്തലായി ഇതിൽ പറയുന്നുണ്ട്. വിശാലമായൊരു ഗൂഢാലോചനയാണ് ഇവരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ് എന്നും SIT ഈ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാറണ്ട് സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ ഒരു പരമ്പര തന്നെയാണെന്നും പറയുന്നുണ്ട്. ഈ സ്വർണ്ണക്കവർച്ചയുടെ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ ഈ 3 പ്രതികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന ഗുരുതരമായ മറ്റൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. അതായത് 2025 ഒക്ടോബറിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ആ സമയത്തൊക്കെ ഈ സ്വർണ്ണക്കവർച്ചാ വിഷയം ഹൈക്കോടതി പരിഗണിക്കുന്ന കാലയളവായിരുന്നു. അപ്പോൾ തുടർന്ന് അവർ ഈ കുറ്റകൃത്യം മറയ്ക്കുന്നതും അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൂടിയാലോചനകൾക്ക് വേണ്ടി 3 ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കാര്യം ബോധ്യപ്പെട്ടത് ഇവരുടെ CDR അടക്കം പരിശോധിച്ചതിൽ നിന്നാണ്. അതായത് കോൾ ഡേറ്റ റെക്കോർഡ് അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് അത്തരം പ്രധാനപ്പെട്ട തെളിവുകളും കണ്ടെത്തലുകളിലേക്കും SITയെ എത്തിച്ചത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗോവർദ്ധൻ പറയുന്നത് ശബരിമലയിൽ നിന്ന് വാങ്ങിയ സ്വർണം, ആ സ്വർണത്തിന് പകരമായി 9.99 ലക്ഷം രൂപ ദേവസ്വത്തിലേക്ക് DD ആയി അടച്ചിട്ടുണ്ട്. ഈ അന്വേഷണവുമായി
എല്ലാ ഘട്ടത്തിലും സഹകരിക്കാൻ തയ്യാറാണ്, സഹകരിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരായതാണ് എന്നൊക്കെ ഗോവർദ്ധനും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. എ പത്മകുമാറിനെതിരെയും ഇത്തരത്തിൽ SIT റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ പത്മകുമാർ പറയുന്നത് തനിക്ക് ഭരണപരമായ ചുമതലയാണ് ഉണ്ടായത്, ജീവനക്കാരെ നിയന്ത്രിക്കുന്നതടക്കമുള്ള ജോലികളാണ് ചെയ്തിട്ടുള്ളത്, ഒരു കാര്യവും താൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ചെയ്തിട്ടില്ല, എല്ലാം കൂട്ടായ തീരുമാനപ്രകാരം മാത്രമേ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പത്മകുമാറും കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. SITയുടെ റിപ്പോർട്ടടക്കം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും കോടതി പോവുക. ഇന്ന് തന്നെ ഇവരുടെ ജാമ്യാപേക്ഷയിൽ അന്തിമ ഉത്തരവ് ഉണ്ടാകുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ രണ്ടുപേരെ സംബന്ധിച്ചും SITയെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഭദ്ര. തീർച്ചയായും ഉമേഷ്, എന്തായാലും ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ഒപ്പം തന്നെ ഗോവർദ്ധനും സമർപ്പിച്ച ഹർജിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. SIT നൽകിയിട്ടുള്ള വളരെ ഗുരുതരവുമായിട്ടുള്ള ഇടക്കാല റിപ്പോർട്ട് കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട്. അതൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്.